പുതിയ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ. ശേഷാദ്രിനാഥ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243 പ്രകാരമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഗവർണർ നിയമിക്കുന്നത്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ തീരുമാനിച്ചതും റോഡപകടങ്ങളിൽപ്പെടുന്നവർക്ക് ചികിത്സ ലഭ്യമാക്കുന്നതുമായ പുതിയ പണരഹിത ചികിത്സാ പദ്ധതിയാണ് പ്രധാനമന്ത്രി റോഡ് ആക്സിഡന്റ് വിക്ടിംസ് ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്വേർഡ് ട്രീറ്റ്മെന്റ്. അപകടം നടന്ന ദിവസം മുതൽ പരമാവധി 7 ദിവസത്തേക്ക് 1.5 ലക്ഷം രൂപ വരെ പണരഹിത ചികിത്സ ഈ പദ്ധതി വഴി ലഭിക്കും. 2026 ജൂലൈ 1 മുതൽ രാജ്യത്തുടനീളം നടപ്പിലാക്കുന്ന വിബിജി റാംജി പദ്ധതിയുടെ പൂർണ്ണരൂപമാണ് വികസിത ഭാരത ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. ഇന്ത്യയിൽ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയത് 2005-ലാണ്. ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദ പ്രകാരമാണ് കേരളത്തിന്റെ ഔദ്യോഗിക നാമം കേരളം എന്ന് മാറ്റാനുള്ള പ്രമേയം നിയമസഭ ഐകകണ്ഠേന പാസാക്കി രാഷ്ട്രപതിക്ക് അയച്ചത്. അനുച്ഛേദം 3. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സഭയുടെ അഭിപ്രായം തേടി രാഷ്ട്രപതി ഒരു കരട് ബിൽ റഫർ ചെയ്യുന്നത്. സുപ്രധാനമായ 10 ഭേദഗതികളോടെയാണ് ഈ ബില്ല് സഭ പാസാക്കിയത്. ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിലാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെയും പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, നിലവിലുള്ളവയുടെ അതിർത്തി മാറ്റം, പേരുമാറ്റം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുച്ഛേദം 3-ലാണ്.